സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. പ്രണയപ്പകയിൽ നടത്തിയ നീചമായ കൊലപാതകത്തിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായത്. ഹൊറർ സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ നടത്തിയ കൊലപാതകത്തിൽ സംഭവ സമയത്ത് വിഷ്ണുപ്രിയ സുഹൃത്തുമായി നടത്തിയ വീഡിയോ കോളിലെ പതിഞ്ഞ 13 സെക്കൻഡ് ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിന് ഇതിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന 23 വയസ്സുള്ളവരും ഉണ്ടായിരുന്നു. പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത്തരം സംഭവങ്ങൾ, ഈ പ്രണയപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങൾ ഒട്ടേറെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന ഏറ്റവും നടുക്കുന്ന ഒരു കൊലപാതകമായിരുന്നു കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസ്. ഈ സംഭവം നടന്ന് 1.5 വർഷം പൂർത്തിയാകുമ്പോൾ, 2 വർഷം തികയും മുൻപ് തന്നെ കേസിൽ ഈ പ്രതിയെ കുറ്റക്കാരെന്ന് വിധിക്കാൻ കഴിയുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുന്നു. അത് പ്രോസിക്യൂഷന്റെ വലിയ നേട്ടമായി തന്നെ കാണണം. പ്രത്യേകിച്ചും സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ നിർണായകമായിരുന്നത്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഒരു പരമാവധി ശിക്ഷ ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ്. ജീവപര്യന്തം വരെയും കിട്ടാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ഏത് രീതിയിലുള്ള ശിക്ഷ പ്രതിക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ബൈജു, ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പൈശാചികമായ ഒരു കൊലപാതകമാണ് കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടേത്. എന്തായാലും ഈ കേസിൽ ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസ്. എന്നിട്ടും ഈ പ്രതിനെ ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ വിഷ്ണുപ്രിയ സുഹൃത്തുമായി വീഡിയോ കോളിലൂടെ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രതി ഈ കൊലപാതകം നടത്താൻ വരുന്നത്. ഇതിന്റെ 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ഈ പ്രതി ഈ വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത് അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. ഈ മരണപ്പെട്ടതിന് ശേഷവും 29 തവണ ശരീരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വളരെ പൈശാചികമായ ഒരു കൊലപാതകം നടന്ന് പോലീസിന്റെ ശാസ്ത്രീയമായ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഏതായാലും തിങ്കളാഴ്ചയാണ് ഇതിന്റെ ശിക്ഷാവധി. ഇതിൽ പ്രധാനമായും 2022 ഒക്ടോബർ 22-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇവർ വീട്ടിൽ മരണാനന്തര ചടങ്ങുകൾക്കായി വീട്ടുകാർ പോയ സമയത്താണ് ഈ പ്രതി ഒരു ബൈക്കിലൂടി വരുന്നത്. ഈ ബൈക്കിൽ പ്രതി വരുന്ന CCTV ദൃശ്യം, അതുപോലെ തന്നെ ഒരു സാക്ഷി ഇതിൽ പ്രധാനമാണ്. ഒപ്പം ഈ പ്രതി ആയുധം വാങ്ങിയതും അതുപോലെ തന്നെ ഈ ചുറ്റിക വാങ്ങിയതിനും CCTV ദൃശ്യങ്ങളുണ്ട്. ഇതും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തായാലും 72 സാക്ഷികൾ, അതായത് നേരിട്ട് ദൃക്സാക്ഷികളല്ല, 72 സാക്ഷികൾ. ഒപ്പം ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് വിപിൻ രാജും ഈ കേസിലെ പ്രധാന സാക്ഷിയാണ്. എന്തായാലും ഇതിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഇത്തരത്തിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിലെ സഹോദരിമാർക്ക്, കേരളത്തിലെ മക്കൾക്ക് ഈ
വിധി സമർപ്പിക്കുന്നതാണ്. അത്തരത്തിൽ വലിയ തോതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ കേട്ടിരുന്നു. പക്ഷേ ഒരു ഹൊറർ സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ നടപ്പിലാക്കിയ ഒരു കൊലപാതകം, അത് പൈശാചികമായ ഒരു കൊലപാതകം, വലിയ ഞെട്ടലുണ്ടാക്കിയ കൊലപാതകം. ആ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതി കൊലപാതകം നടത്തിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ്. പ്രതി പറഞ്ഞത് കൂടിപ്പോയാൽ 13 വർഷം ശിക്ഷിക്കും, അപ്പോഴും എനിക്ക് 39 വയസ്സാകും, പുറത്തിറങ്ങാൻ പറ്റും, സുഖമായി ജീവിക്കാൻ പറ്റും. ഇത്തരത്തിലായിരുന്നു ഈ പോലീസിന് ഇത്തരത്തിൽ നൽകിയ ഒരു മൊഴി. ഈ കൊലപാതകം നടത്തിയ ഈ പ്രതിയുടെ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും പ്രതിക്കുണ്ടായിരുന്നില്ല. ഇത് കോടതിയെ ബോധിപ്പിക്കാനും പ്രോസിക്യൂഷനെ സാധിച്ചിട്ടുണ്ട്. പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അത് ഏതായാലും തെളിയിക്കാൻ സാധിച്ചു. ഇന്ന് കോടതിയിലുണ്ടായ രംഗം, ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതിയെ ഹാജരാക്കിയപ്പോൾ തലകുലിച്ചാണ് ഇയാൾ ജഡ്ജിന് മുമ്പിൽ നിന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇതിന്റെ വാദം നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഇതിന്റെ വിധി പ്രസ്താവിക്കുമെന്ന് പറഞ്ഞത്. ഏതായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും മിനിമം ജീവപര്യന്തം, മാക്സിമം വധശിക്ഷ. ഇതാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒരു വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം. കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതൊരു മെസ്സേജ് ആയിരിക്കണം, ഇതൊരു പാഠമായിരിക്കണം ഇത്തരത്തിലുള്ളവർക്ക്. ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഈ പ്രതിയുടെ സ്വഭാവ ദൂഷ്യത്തിൽ പ്രശ്നത്തെ തുടർന്നാണ് പെൺകുട്ടി ഇയാളുമായി അകലുന്നത്. ആ ഒരു പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിലുള്ള ഹീനമായ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു സാക്ഷികളെ ഇല്ലാത്തൊരു കേസിലായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ഇത്തരത്തിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ സാധിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഈ പെൺകുട്ടിയുടെ മാതാവും ഒപ്പം സഹോദരിയും ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു വിധി കേൾക്കാനായി. അവരും പറഞ്ഞത് സന്തോഷമുണ്ടെന്നാണ്. ഇത്തരത്തിൽ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന തരത്തിൽ തന്നെയാണ് അവരും പറഞ്ഞത്. ഏതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ നിരവധി സംഭവം നമുക്ക് നേരത്തെ കുടുംബവും പ്രതികരിച്ചതുപോലെ നമ്മളോട് പറഞ്ഞതുപോലെ ഈ വധശിക്ഷ വേണമെന്നൊരാവശ്യം അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജീവപര്യന്തം മാത്രം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതായത് സാധാരണ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേസുകളിൽ മാത്രമാണ് വധശിക്ഷ. ഈ കേസിൽ അത്തരം ഒരു സാഹചര്യമില്ല. ഒരു അപൂർവ സ്വഭാവമുള്ള കേസാണ്. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ പൂർണ്ണമായും സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ജീവപര്യന്തം ശിക്ഷയായിരിക്കുമോ? തീർച്ചയായും അപൂർവങ്ങളായ ഒരു കേസ് ആണ് ഇതെന്നാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ശിക്ഷ ഉണ്ടാകണം. അത് ഏറ്റവും പരമാവധി വധശിക്ഷ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിന് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിച്ചത് അത് തന്നെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ജീവപര്യന്തം തടവ് എന്തായാലും ഉണ്ടാവണം എന്ന തരത്തിൽ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും വാദമുന്നയിച്ചത്. അതേസമയം ഇത്തരത്തിൽ ഇനിയൊരു സഹോദരിമാർക്കോ അല്ലെങ്കിൽ പെൺമക്കൾക്കോ ഇങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിൽ വധശിക്ഷ തന്നെ നൽകണം എന്ന ഒരു വാദഗതി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അത് കോടതി ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു, അത് ഏത് രീതിയിൽ വരുന്നു എന്നത് തിങ്കളാഴ്ച തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കണം എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഈ പ്രതി അറിയിക്കുന്നില്ല. അതിൽ വധശിക്ഷ വരെ എത്താം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ തെളിവുകളെല്ലാം ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ നേരിട്ട് സാക്ഷികൾ ഇല്ലെങ്കിലും ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ഈ ആൺ സുഹൃത്ത്, അതായത് വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്ത് 13 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ദൃശ്യം ജഡ്ജിന് കാണിക്കാൻ പ്രോസിക്യൂഷൻ ജഡ്ജ് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതി ആയുധം വാങ്ങുന്ന ദൃശ്യങ്ങൾ, ഒപ്പം ഇത് കൃത്യം കഴിഞ്ഞതിന് ശേഷം ഇരുചക്ര വാഹനത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ, ഒപ്പം അതേ ഷർട്ട്, അതേ കൊലപാതകം നടത്തുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഷർട്ട്, അതേ സംഭവം, അത് ദൃക്സാക്ഷികൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊക്കെ പ്രോസിക്യൂഷന് കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഈ കേസ് ഏറെ
ആകാംക്ഷയോടാണ് കാത്തിരുന്നത്. കാരണം എന്ത് ശിക്ഷാവിധി നൽകും, കാരണം ഇപ്പോഴും ഈ പ്രതിക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലാണ് പ്രതിയുടെ പെരുമാറ്റങ്ങൾ എന്നതാണ് ഏറ്റവും ഇതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. എന്തായാലും ഇത്തരം അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി. ഈ പ്രതിയെ കോടതിയിൽ എത്തിച്ചപ്പോഴും, അതായത് തുടക്കത്തില് ഈ കൊലപാതകം നടന്ന് പിന്നീട് തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഈ ശിക്ഷാവിധി കേൾക്കാൻ എത്തിയപ്പോഴൊക്കെ യാതൊരു ഭാവഭേദവുമില്ല, യാതൊരു കുറ്റബോധവുമില്ല. അതായത് കരുതിക്കുട്ടിയുള്ള കൊലപാതകം, വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്തിനെ കാമുകിയെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യം. ആ ഒരു കേസിന്റെ പശ്ചാത്തലത്തേക്ക് വന്നാൽ ബൈജു, ഈ തൻ്റെ പ്രണയം നിരസിച്ചു, മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു, ഈ വിഷ്ണുപ്രിയയ്ക്ക് ഒരു പ്രണയബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു സൗഹൃദമുണ്ട് എന്ന് സംശയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പക മനസ്സിലിട്ട് നടക്കുന്നു, പിന്നീട് കൊലപാതകം നടത്തുന്നു. അതാണ് ഈ കേസിൻ്റെ ഒരു അടിസ്ഥാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ബൈജു? തീർച്ചയായും അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ വിപിൻ രാജ് ഈ കേസിലെ പ്രധാന സാക്ഷി കൂടിയാണ്. ഈ വീഡിയോ കോളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് വിഷ്ണുപ്രിയയും വിപിൻ രാജും തമ്മിൽ ഇത്തരത്തിൽ വീഡിയോ കോൾ നടത്തുന്ന സമയത്താണ് ഈ കൊലപാതകം ഉണ്ടായത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയും വിപിൻ രാജ് തന്നെയാണ്. ഈ പ്രതിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഈ വിഷ്ണുപ്രിയ ഇയാളിൽ നിന്നും അകന്നു. തുടർന്ന് ഇത്തരത്തിൽ വിപിൻ രാജുമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇയാൾ സംശയിക്കുന്നത്. ആ ഒരു സംശയത്തിന്റെ മുകളിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത്. വീട്ടിൽ ആരുമില്ലാത്തൊരു സമയത്ത്, അതായത് വീട്ടുകാരെല്ലാം മരണാനന്തര ചടങ്ങിനായി പോയ സമയത്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൊറർ സിനിമ കണ്ട് അതേ രീതിയിൽ നടപ്പിലാക്കിയ ഒരു കൊലപാതകമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ രീതിയിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് നിരവധി ആയുധങ്ങൾ ഇയാൾ ഇതിനായി ശേഖരിച്ചു. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കഴുത്തറുത്ത്, അത്തരത്തിൽ ഇരുതല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് വളരെ പൈശാചികമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകം. പിന്നീട് മരണപ്പെട്ടതിന് ശേഷവും 29 കുത്തുകളാണ് ഈ പെൺകുട്ടിയുടെ മുറിവുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ ആസൂത്രണം ചെയ്തൊരു കൊലപാതകം. പക്ഷേ എന്നിട്ടും ഈ തെളിവെടുപ്പിന് ഉൾപ്പെടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. തെളിവെടുപ്പിന് ഉൾപ്പെടെ ഈ പ്രതിയെ എത്തിച്ചപ്പോൾ മുഖഭാവ് യാതൊരു മാറ്റവും ഒരു കൂസലും ഇല്ലാത്ത രീതിയിലായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഈ പ്രതികരണം ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് പരമാവധി 13 വർഷം ശിക്ഷ കിട്ടും ഈ കൊലപാതകത്തിന്, പിന്നീട് തനിക്ക് പുറത്തിറങ്ങാൻ പറ്റും, സുഖമായി ജീവിക്കാൻ പറ്റും. ഇത്തരത്തിലൊക്കെയായിരുന്നു ഈ പ്രതിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഈ കേസ് അപൂർവം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി ഇന്ന് കോടതിയിലെത്തിയത്. താൻ പരമാവധി ജീവപര്യന്ത ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പരമാവധി ശിക്ഷ ഒരു 20 വർഷം ശിക്ഷ ലഭിച്ചാൽ പോലും താൻ പുറത്തിറങ്ങുമെന്നാണ്, ജീവപര്യന്ത ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങും, പിന്നീട് താൻ സുഖമായി ജീവിക്കുമെന്നാണ് ഈ കൊലയാളിയായിട്ടുള്ള ശ്യാംജിത്ത് പിന്നീട് പോലീസിനോട് പോലും പറഞ്ഞത്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിലാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. ഇന്ന് പകൽ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നടപടി. VV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, നേരത്തെ ഈ CBIയുടെ ആദ്യം CBI നടത്തിയ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പല തെളിവുകളും പരിശോധിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം പിതാവ് ഉന്നയിച്ചിരുന്നു. അതിനുശേഷം കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ തനിക്ക് രണ്ട് യുവാക്കളുടെ ജസ്നയുടെ 2 സുഹൃത്തുക്കളെ സംബന്ധിച്ച് സംശയമുണ്ട്, അക്കാര്യങ്ങളൊക്കെ CBIയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും പരിശോധിച്ചില്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ ജസ്നയുടെ പിതാവ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇത്തരം ആരോപണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണോ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? വിനോദ്, ടോം, കോടതി ജസ്നയുടെ പിതാവ് നൽകിയ തെളിവുകൾ അത് പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ജസ്നയുടെ പിതാവ് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. പ്രധാനമായും അദ്ദേഹം അജ്ഞാത സുഹൃത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ജസ്നയ്ക്ക് അങ്ങനെ ഒരു അജ്ഞാത സുഹൃത്തുണ്ട്. അല്പം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ 2 പേരുടെ കാര്യം ഈ നിലയ്ക്ക് പറയുന്നുണ്ട്. വ്യാഴാഴ്ചകളിൽ ജസ്ന പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ദേവാലയം, അവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഈ 2 വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഈ കാര്യങ്ങളൊന്നും തന്നെ ലോക്കൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ
CBIയുടെയോ അന്വേഷണത്തിലേക്ക് വന്നിട്ടില്ല. ഇവർ ഇക്കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം പൂർണ്ണമല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് CJM കോടതി ആവശ്യപ്പെട്ടത് കൈവശമുള്ള തെളിവുകൾ അത് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ നേരത്തെ കൈമാറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. മാത്രവുമല്ല കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഈ തെളിവുകളും കേസ് ഡയറിയും ഒത്തുനോക്കിയാണ്, അതായത് ഈ പറയുന്ന തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടോ എന്ന കാര്യം കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ തുടരന്വേഷണം വേണം എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. അങ്ങനെ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് ജസ്നയുടെ അച്ഛൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാകണം ഇങ്ങനെ ഒരു വിധിക്ക് അടിസ്ഥാനമായത്. ഇതിൽ നേരത്തെ ക്ലോഷർ റിപ്പോർട്ട് CBI നൽകിയപ്പോഴും ജസ്നയുടെ പിതാവ് പറയുന്നതും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഇരു കൂട്ടരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. CBI അങ്ങനെ ഒരു നിലപാടിലേക്കാണ് എത്തിയത്, അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ എത്തിയത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന ഒരു കൺക്ലൂഷൻ, അങ്ങനെ ഒരു നിഗമനത്തിൽ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നു. മാത്രവുമല്ല CBI പക്ഷേ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ്, എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ വരുന്ന സമയത്ത് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സമില്ല, അതായത് അന്തിമമായി ഈ കേസ് അവസാനിപ്പിക്കുകയല്ല എന്നൊരു നിലപാട് ആ സമയത്ത് തന്നെ CBI എടുത്തിരുന്നു. എന്നാൽ ജസ്നയുടെ മുറിയിൽ രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തി എന്നതടക്കമുള്ള ജസ്നയുടെ പിതാവിന്റെ വാദങ്ങൾ അതെല്ലാം തന്നെ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ ഖണ്ഡിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു വസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അത് ലോക്കൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ CBIയുടെയോ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ തെളിവുകൾ കൂടുതൽ വരുമ്പോൾ മറ്റ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ജസ്നയുടെ പിതാവ് നേരത്തെ തന്നെ CBIക്ക് ഈ തെളിവുകൾ കൈമാറിയില്ല എന്ന ചോദ്യം. അവിടെ അദ്ദേഹം പറയുന്നത് ഇത് കോടതി മുഖാന്തരം നൽകാൻ തീരുമാനിച്ചിരുന്നു. നേരിട്ട് CBI അന്വേഷണത്തിന് കൈമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ CBI അന്വേഷണ സംഘം പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ അജ്ഞാത സുഹൃത്ത് ഈ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷം വിനോദ്, ഇപ്പോൾ ജസ്നയുടെ ഈ കോടതി ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ജസ്നയുടെ പിതാവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 2 പേരെയാണ് സംശയിക്കുന്നതെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത്. മകളെ അപായപ്പെടുത്തിയെന്നാണ് സംശയം. തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പുനരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നുമാണ് ജസ്നയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വിധി പ്രതീക്ഷിച്ച തന്നെയായിരുന്നു. എന്താ വെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. പുതിയ കുടുംബ തെളിവുകളാണ് പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിൻ്റെ തുടരന്വേഷണം അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ്. അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം അവർ CBIയുടെ SPDയിലെ ഞാനത് രഹസ്യ ഫയലുകൾ കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് CBIയുടെ SPയെ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. നമ്മളൊരു സംശയത്തിൻ്റെ നേരിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെളിയുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുകയുള്ളൂ, SPയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ. ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അന്നേരം ചാനലിൽ വരണമെന്നില്ല. അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഴ്ചയായിട്ട് തോന്നുന്നില്ല. അത് എല്ലാവരെയും ചോദ്യം ചെയ്തങ്ങ് പോകും. അത് പോയിന്റ് ചെയ്ത് കൃത്യമായ ഇച്ചിരൂടെ സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. അതെ 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 അതെ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരെ വഴിതെറ്റിച്ച് കാണുമോ അന്വേഷണത്തിൽ ഈ പറയുന്ന സംശയിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും? തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് ഉപമക്കത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കൂട്ടുകാരെയുണ്ട്, നിങ്ങളിപ്പോൾ വന്ന അരുവി അവിടുന്ന് ഒരാൾ ഈയിടെ കത്തിട്ടു, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പം ആ വഴിയിലേക്ക് പോലീസ് പോകും. അവർക്ക് ഞാനിവിടെ കൂടിയായിരിക്കുമല്ലോ. എൻ്റെ സൂചന വെച്ച് ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിചാരം. ഈ തെറ്റിദ്ധാരണയൊക്കെ പരത്തിയ വഴികളിലൂടെയാണോ നമ്മളുടെ അന്വേഷണം പോയത്? എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പോയ വഴി എന്ന് പറയുമ്പോൾ ഏകദേശം തെറ്റിദ്ധാരണ
പലരും വഴിതെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം ഒറ്റുനോക്കുന്ന മലയാളി സമൂഹം മൊത്തം ഒറ്റുനോക്കുന്നൊരു സംഭവമാണ് ജസ്നയുടെ മിസ്സിംഗ് കേസ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. കണ്ടിരുന്നു, കോടതിയിൽ വെച്ച് എല്ലാ പ്രാവശ്യവും കാണുന്നു. കുറച്ച് ഗ്രൂപ്പിനെയാണോ എങ്ങനെയാണ് നമ്മളൊരു സംശയങ്ങൾ കൊടുത്ത ഒരാളിലേക്കാണോ ഏകദേശം? ഏതാണ് 1-2 വ്യക്തികളില്ല. വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിനെ പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം പുറത്തേക്ക്. കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. KP അഭിലാഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 50 ദിവസത്തോളം ജയിലിൽ കഴിക്കേണ്ട അവസ്ഥ. എന്തായാലും ഇന്ന് തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇനി നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുവാനുള്ള സാധ്യതയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രസ്താവമാണ്. ഇടക്കാല ജാമ്യം ആണ് സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ജൂൺ 1 വരെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയാവുകയും 4ാം ഘട്ട പരസ്യപ്രചാരണം അടുത്ത ദിവസം അവസാനിക്കാൻ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായും ഇത് നിയമപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്ന കേസ് തന്നെയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസ് എന്നത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട, അതായത് 100 കോടി രൂപയോളം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുമാത്രവുമല്ല, ഈ മദ്യനയം തന്നെ പിന്നീട് പിൻവലിക്കുകയും അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലമുണ്ട്. അത് എന്തു തന്നെയായാലും ഇനിയും നിയമ പോരാട്ടം തുടരേണ്ട ഒന്നാണ്. പക്ഷേ ടോം, നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി കൂടിയാണ് എന്ന് നമുക്കറിയാം, അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയെങ്കിലും അത് തള്ളിപ്പോകുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. അതിനു മുമ്പ് നമുക്കറിയാം ഏതാണ്ട് 9 തവണ ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചത്. ആ ഘട്ടത്തിലെല്ലാം അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ആയിരുന്നു പ്രകടിപ്പിച്ചത്. താൻ കോടതിയിൽ കണ്ടുകൊള്ളാം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ആ ഘട്ടത്തിൽ വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി. ഒരുപക്ഷെ രാഷ്ട്രീയമായി നമുക്ക് എടുത്തു പറയേണ്ടത് അവിടെ ടോം, ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു മുൻധാരണ അരവിന്ദ് കെജ്രിവാളിനും AAPക്കും പോലും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രമാദമായ കേസിൽ പോലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാതിരുന്നത്. എന്നാൽ പിന്നീട് ആ സാഹചര്യം മാറി മറിയുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ AAPയുടെ തലവൻ എന്ന് തന്നെ പറയാവുന്ന AAPയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഞെട്ടിച്ച സംഭവം. അതിനുശേഷം പിന്നീട് കോടതിയെ അടക്കം അരവിന്ദ് കെജ്രിവാൾ പലതവണ സമീപിച്ചുവെങ്കിലും അപ്പോഴും ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിനുശേഷമായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യവും അസാധാരണമായ സാഹചര്യവും എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ആയിരുന്നു. അങ്ങനെ കോടതി കൂടി നിരീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കുക, അത് പൂർണ്ണമായും കേൾക്കുക, അതിനുശേഷം ജാമ്യം നൽകുക, അത് ഏറെ താമസം നേരിടാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തൽക്കാലം ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കാം, അതിന്മേൽ തീരുമാനം പറയാം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലും അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തിയതിലൂടെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത് എന്ന് നമ്മൾ നിരീക്ഷിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന
തരത്തിലുള്ള ഉത്തരവ് ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജൂൺ 1 വരെയാണ് ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നത് എങ്കിൽ പോലും അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ്. കാരണം ഈ ഘട്ടത്തിൽ ഭരണ പ്രതിസന്ധി എന്നതല്ല AAPയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും നേരിടുന്ന വെല്ലുവിളി. ഈ ഭരണവുമായി ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒപ്പിടുക, ഭരണ നിർവഹണം നടത്തുക എന്നതൊക്കെ ശ്രമകരമാകുന്ന ദൗത്യമാണ്. അത്തരം ചില ഉപാധികൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ കോടതി വിധിയുടെ ഒരു പൂർണ്ണരൂപം ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ജാമ്യം നൽകിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിലാഷിലേക്ക് എത്താം. അതിനു മുൻപ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. मौखिक ऑर्डर कोर्ट ने प्रोनाउंस किया, उसमें कोर्ट ने कहा कि अरविंद केजरीवाल जी को 20 दिन के लिए इंटरिम बेल दी जा रही है 2 जून तक, और कोई कैंपेनिंग के ऊपर कोई रिस्ट्रिक्शन नहीं है, वो क्या कह सकते हैं या क्या नहीं कह सकते हैं उस पर कोई रिस्ट्रिक्शन इम्पोज नहीं की गई है। जबकि जब ऑर्डर भी प्रोनाउंस किया जा रहा था तब भी ईडी ने रिक्वेस्ट किया कि कोई रिस्ट्रिक्शन डाली जाए, लेकिन कोई रिस्ट्रिक्शन नहीं दी गई है। और 2 जून को उन्हें 2 जून तक की ये मोहलत दी गई है इंटरिम बेल की। अब मैं इंग्लिश अंग्रेजी में बोलता हूं। आज से लागू होगी। और अभी जितना ओरली बोला गया है, ओरली ऑर्डर में और कोई कंडीशन नहीं है, लेकिन हमें लिखित ऑर्डर देखना होगा कि और कोई कंडीशन है या नहीं है, पहली बात। दूसरी बात, इस ऑर्डर जब ये अपलोड हो जाएगा और अवेलेबल हो जाएगा, इसके बेसिस पे ट्रायल कोर्ट रिलीज का ऑर्डर पास करेगा। हम कोशिश करेंगे कि जल्द से जल्द आज ही हो जाए। वो हमारी कोशिश रहेगी कि अरविंद जी आज ही रिलीज हो जाए, वो जल्द से जल्द रिलीज हो जाए और आज ही रिलीज हो जाए। इंग्लिश में बोल टुडे एट 2 PM the bench in court 2 assembled for this matter, and it pronounced a very short oral order. We have not yet seen the written order, which will be uploaded in the course of the day as we understand. And in that oral order, the court indicated that they are granting interim release / bail to Mr. Arvind Kejriwal. And that order of interim release will be operable up till 2nd of June, that is during the election process. And there is no restriction on his campaigning as to what he can say, what he cannot say while he is out in these 20-22 days. Any further aspect, we'll have to see the order and then only comment. So when do you think he'll be released? We are anticipating that the order should be getting uploaded quickly. We'll obviously move for release today itself. We'll try for the release today itself, and we hope that it should happen today itself. മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. KP അഭിലാഷിലേക്ക് വീണ്ടും. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മറ്റു തടസ്സങ്ങളില്ല, അത്തരമൊരു നിയമ തടസ്സമൊന്നുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ ഈ വിധിയിൽ? ടോം, അല്പസമയം മുമ്പ്, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഓറലി പറഞ്ഞിട്ടില്ല. വാക്കാൽ പരാമർശം, അതായത് ഈ കോടതി വിധിയുടെ വാക്കാൽ പരാമർശത്തിൽ അത്തരത്തിലുള്ള ഒരു ഉപാധികളും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ പ്രിന്റ് ലഭിക്കുമ്പോൾ, അതായത് കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ വ്യക്തത കൈവരികയുള്ളൂ. തീർച്ചയായും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം ലഭിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാൾക്ക് ഒരു പക്ഷേ രാജ്യം വിട്ടു പോകരുത് എന്നതിനപ്പുറത്ത് മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും സഞ്ചരിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അത്തരത്തിൽ ഉപാധികൾ ഉണ്ടോ എന്നത് നമുക്ക് പൂർണ്ണമായും അറിയാൻ സാധിക്കുക തീർച്ചയായും ഈ വിധിപ്പകർപ്പ് വരുമ്പോഴാണ്. അതോടൊപ്പം ED പലതരത്തിലുള്ള വാദങ്ങളും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് സമയമാണ് എന്നതിൻ്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുത്, അത് ജനാധിപത്യത്തിലെ തന്നെ തെറ്റായ പ്രക്രിയയായി മാറും, കീഴ്വഴക്കമായി മാറും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഒരു ആനുകൂല്യം ഇതിനു മുമ്പൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല എന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവമാണ് കണക്കിൽ എടുക്കേണ്ടത് എന്നുമായിരുന്നു EDയുടെ വാദം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയാൽ പോലും അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്തായാലും
ആ വാദങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്ന് കരുതി നമുക്ക് ഈ ജാമ്യത്തിൽ ഉപാധികൾ ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായും കരുതാനാകില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം സജീവമാകാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ആണ് അഭിഭാഷകൻ പുലർത്തുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ടോം. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും BJP ആണ് ഡൽഹിയിൽ വിജയിച്ചത്. നമുക്കറിയാം ഡൽഹിയുടെ ഒരു പ്രത്യേകത, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ തുടർച്ചയായി തന്നെ AAP വിജയിക്കുകയും AAP ഭരണത്തിലിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP നേതാക്കൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ AAPയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ രൂപത്തിൽ അവിടെ 4 മണ്ഡലങ്ങളിൽ ആണ് AAP മത്സരിക്കുന്നത്, 3 കോൺഗ്രസും. അങ്ങനെ മത്സരിച്ച് BJPക്കെതിരെ വിജയം നേടാം എന്ന ഒരു പൊതു വിലയിരുത്തൽ AAP സഖ്യത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഡൽഹിയിലടക്കം ക്യാമ്പയിനുകൾ നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നു മാത്രവുമല്ല, ഈ അറസ്റ്റ് ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ AAPക്ക് സാധിക്കും. അത്തരത്തിലുള്ള പ്രചാരണത്തിനാകും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും 25-ാം തീയതിയാണ് ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനും ക്യാമ്പയിനിൽ സജീവമാകുന്നതിനും അരവിന്ദ് കെജ്രിവാളിന് സമയം ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ജൂൺ 1 വരെയാണ്, അതായത് ജൂൺ 2-ാം തീയതി തിരികെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ 50 ദിവസത്തോളം തിഹാർ ജയിലിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നു. ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉപാധികളുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ വിധി പകർപ്പ് പുറത്തു വന്നാൽ ശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും ഉപാധികളുടെയാണോ ജാമ്യം എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വാർത്തയുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലൈവ് തുടരും. കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, അക്രമത്തിലും കൊലപാതകത്തിലും ആത്മഹത്യയിലും കലാശിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കാട്ടൂർ കാറളം ചെമ്മണ്ടയിലാണ് സംഭവം. ചെമ്മണ്ട സ്വദേശി സാബു, ഭാര്യ ദീപ്തി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇത്തരം സംഭവങ്ങളൊക്കെ പതിവായി ഇപ്പോൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള അക്രമങ്ങളും കൊലപാതകവും ഒക്കെ. ഈ സാബു ഭാര്യ ദീപ്തിയെ ആക്രമിക്കുന്നത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇരുവരുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇരിങ്ങാലക്കുട കാട്ടൂർ ചെമ്മണ്ട സ്വദേശി സാബു ആണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്തത്. രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്നു രണ്ടുപേരും ആശുപത്രിയിൽ രണ്ടുപേരെയും എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ആ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒന്നുകിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, അതല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, അച്ഛൻ മകനെ അല്ലെങ്കിൽ മകൻ അമ്മയെ. ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള ആക്രമണ സ്വഭാവമാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ വാർത്തകളിൽ കണ്ടുവരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ടോം, ആജ്ഞ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ എന്താണ് ഇവരുടെ വീട്ടിൽ സംഭവിച്ചെന്ന കാര്യം ഒരുപക്ഷെ പോലീസ് മറ്റുള്ളവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഈ സംഭവം നടക്കുമ്പോൾ ഈ സാബുവും ഭാര്യ ദീപ്തിയും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്?
ടോം, ഇവരുമായി കുടുംബ വഴക്കിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാർ ചേർന്നാണ് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. നിരന്തരമായി ഇവരുടെ സാബുവും ദീപ്തിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കൊലപാതക ശ്രമത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കുടുംബ വഴക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കുറച്ചു കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരം പ്രത്യേകിച്ചും സംയമനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത്, ചില കുടുംബങ്ങളിലെങ്കിലും ഉള്ളത്. കേരളത്തിലെ മൊത്തം കുടുംബങ്ങളെ അത്തരത്തിലേക്ക് നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ കുടുംബങ്ങളിലേക്ക് ഇത്തരം വഴക്കുകൾ ഒന്നുകിൽ ലഹരിക്കടിമയായി അല്ലെങ്കിൽ മദ്യപിച്ച് ലക്കുകെട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ തന്നെ നിരവധിയാണ്. ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ 2 കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും ഡിഗ്രിക്ക് പ്രായമുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന മകനെയും മകളെയും മുറിയിൽ പൂട്ടിയിട്ട് അച്ഛൻ അമ്മയെ തലയിൽ ചുറ്റിക്കേക്ക് അടിച്ചു കൊന്ന സംഭവം അധിക കാലമായില്ല നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ട്. അപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം മാനസികമായ സന്തുലനാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഉള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഇങ്ങനെ അടിക്കടി കുടുംബങ്ങളിലെ, പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത ആളുകൾ തമ്മിൽ നമുക്ക് മറ്റു കൊലപാതകങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കേട്ട് പരിചിതമാണെങ്കിൽ പോലും ഓരോ കൊലപാതകം നടക്കുമ്പോഴും നമുക്കത് സ്വീകാര്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ ആ വാർത്ത കേൾക്കുന്നത് തന്നെ. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരാളുമായി വഴക്കുണ്ടായി, അതല്ലെങ്കിൽ അവനോട് ആ സമയത്തുണ്ടാകുന്ന വൈരാഗ്യത്തിന്റെ പേരിൽ ലഹരിക്കടിമയായ ഒരാളോ അല്ലെങ്കിൽ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട ഒരാളോ ആണെങ്കിൽ അയാളെ കൊലപ്പെടുത്തുന്നത് പോലെ അല്ല, കൂടെ ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വന്തം മക്കളുടെയും ഒപ്പം സമാധാനത്തെ ജീവിച്ചു പോകേണ്ടുന്ന ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ സ്വന്തം പങ്കാളിയെ ഇല്ലായ്മ ചെയ്യുന്ന, പെട്ടെന്നുണ്ടാകുന്ന രോഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിന്റെ കുടുംബ അന്തരീക്ഷം മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഓരോ സംഭവങ്ങളിലും, ഇങ്ങനത്തെ ഓരോ കൊലപാതകങ്ങളിലും നമ്മൾ അങ്ങേയറ്റം അക്ഷമരായിട്ടാണ്, അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഈ വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കുന്നത്. അങ്ങേയറ്റം നമ്മളെ ഇത്തരം വാർത്തകൾ ഞെട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദനയും വിഷമവും ഞെട്ടലും ഒക്കെ ഉണ്ടാകാറുണ്ട്. കാരണം മക്കളുടെ മുന്നിലിട്ട് അമ്മയെ കൊലപ്പെടുത്തുന്നു, പിന്നീട് അച്ഛൻ ജീവനെടുക്കുന്ന സംഭവങ്ങൾ, പലപ്പോഴും ഇവിടെയൊക്കെ അനാഥരാകുന്നത് കുഞ്ഞു മക്കളായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളുണ്ടായി. കൂട്ട മരണങ്ങളും കൂട്ട കൊലപാതകവും ഒക്കെ പലപ്പോഴും അതിൻ്റെയൊക്കെ കാരണങ്ങൾ പരിശോധിച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സംശയരോഗം, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരം കൂട്ട മരണങ്ങൾക്കും കുടുംബങ്ങളിലെ ദുരന്തങ്ങൾക്കുമൊക്കെ കാരണമാകുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു വാർത്തയാണ് ഇനി പരിശോധിക്കുന്നത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ അജ്ഞാതർ ഒരു വീടിന് തീയിട്ടു. പേഴുമ്പാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിനാണ് തീവെച്ചത്. വീട്ടുമുറ്റത്തെ ബൈക്കിനും തീയിട്ടു. രാത്രിയാണ് സംഭവമുണ്ടായത്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ അപകടമൊഴിവായി. ശശിനാരായണൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, ഇത് അജ്ഞാതർ തീയിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രതികളെക്കുറിച്ച് അക്രമികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ വീടിന് തീ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ളൊരു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വീടിൻ്റെ അതോടൊപ്പം വാഹനത്തിനുമൊക്കെ തീയിട്ടു എന്നാണല്ലോ പറയപ്പെടുന്നത്. ടോം, ഇന്നലെ രാത്രി 2:30-ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുമ്പാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിനാണ് അജ്ഞാതർ തീയിട്ടതായുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും വീട്ടില് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലെ ഒരു മുറി പൂർണ്ണമായും കത്തി നശിക്കുകയും വീട്ടുപകരണങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ രാജ്കുമാറിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ ബൈക്കും അക്രമികൾ ഈ വന്ന തീ വെച്ചത് സംശയിക്കുന്ന വ്യക്തികൾ കത്തി തീയിട്ടതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തന്നെ ആരാണെന്നുള്ള സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം രാജ്കുമാറുമായി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയുള്ള ആളുകളായിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് തന്നെ രാജ്കുമാറിന്റെ കാറും സമാനമായ രീതിയിൽ വീട്ടുമുറ്റത്ത് ഇത്തരത്തിൽ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്
ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ പക്ഷേ ഇപ്പോഴത്തെ ഈ വീട് അജ്ഞാതർ കത്തിച്ചെന്ന് പറയുമ്പോൾ ഈ കാറും ഒരുപക്ഷെ അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടതായിരിക്കാം എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. ഏതായാലും പോലീസ് ഇതിനെക്കുറിച്ചൊരു തീർച്ചയായും അത് ഈ രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ദുരൂഹതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഈ വ്യക്തിക്ക് ഈ ഗൃഹനാഥനെ സംബന്ധിച്ച് കൂടുതൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇതിനു മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപ് ഇദ്ദേഹത്തിന് തന്നെ കാർ അഗ്നിക്കിരയാകുന്നു, തൊട്ടു പിന്നാലെ വീടിനും ബൈക്കിനും തീ വയ്ക്കുന്നു. സ്വാഭാവികമായും ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് പോലീസ് തന്നെ കണ്ടെത്തേണ്ടതിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഒരാളുടെ വീട് 2 പ്രാവശ്യം വീട്ടിൽ ആക്രമിക്കപ്പെടുന്നു, അതും അജ്ഞാതരാണ്, തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. ഇക്കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാനും വീട്ടുടമസ്ഥ നിലയ്ക്ക് രാജ്കുമാരൻ തയ്യാറാകുന്ന ഒരു ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കാറ് കത്തുനശിച്ച സംഭവം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ വീടിന് തീയിട്ടതോടുകൂടി തന്നെ ഇത് രണ്ടും അജ്ഞാതരായ ആളുകൾ, അതായത് രാജ്കുമാറുമായി ശത്രുതയുള്ള വ്യക്തികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രാജ്കുമാറിനോട് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ രാജ്കുമാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അയൽവാസികളാണ് ഇന്നലെ രാത്രി ഇതുപോലെ വീട് കത്തുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് ഈ തീ അണയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ പോലീസിനെ വിളിക്കുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട് ഈ തീ അണയ്ക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ രാജ്കുമാർ ആ സ്ഥലത്തില്ലായിരുന്നു, രാജ്കുമാറും കുടുംബവും ആ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല. പക്ഷേ തുടർച്ചയായി ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിലെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. രാജ്കുമാർ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ശത്രുതകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ രാജ്കുമാറിന് ഉണ്ടായിട്ടുണ്ടോ, അത്തരം ആളുകളാണോ ഇത് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ തരത്തിൽ അന്വേഷിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരം ഒരു സംഭവം വടശ്ശേരിക്കര പേഴുംപാറയിലുണ്ടായത്. തീർച്ചയായും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ദുരൂഹത എന്താണെന്ന് പോലീസ് കണ്ടെത്തണം. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് രാജ്കുമാറിന്റെ വീട്ടിൽ, പത്തനംതിട്ട സ്വദേശി രാജ്കുമാറിന്റെ വീട്ടിൽ 2 തവണ തീപിടുത്തം ഉണ്ടാകുന്നു. നേരത്തെ കാറ് കത്തി നശിച്ചു, പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ രാത്രി വീടും ഇരുചക്ര വാഹനവുമാണ് അഗ്നിക്കിരയാക്കിയത്. ഇന്ത്യക്കകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനിയെ കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. ആ കേസിലെ പ്രധാന കണ്ണിയായ അബ്ദുൾ റോഷൻ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കർണാടകയിലെ മടിക്കരയിൽ നിന്നാണ് അബ്ദുൾ റോഷനെ അറസ്റ്റ് ചെയ്തത്. 40,000 സിം കാർഡുകൾ, 150 മൊബൈൽ ഫോണുകൾ, ബയോമെട്രിക് സ്കാനറുകൾ എന്നിവയും ഇയാളിൽ നിന്നും കണ്ടെത്തി. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു. 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. കേസ് അന്വേഷണം നടത്തി അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. 40,000-ൽ പരം സിമ്മുകളുണ്ട്, 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. 40,000-ഓളം സിം കാർഡുകളും 150 മൊബൈൽ ഫോണുകളും ഒക്കെ ഇയാളിൽ നിന്നും പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അസാധാരണമായിട്ടുള്ളൊരു കേസാണ്. ഇയാളുടെ ഇപ്പോൾ നിലവിൽ ഈ അബ്ദുൾ റോഷൻ മാത്രമാണോ പിടിയിലായിട്ടുള്ളത്? ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണോ സംശയം പോലീസിൻ്റെത്?
ടോം, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം അബ്ദുൾ റോഷൻ ഈ ഒരു തട്ടിപ്പ് ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. വേങ്ങര സ്വദേശി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റോഷനിലേക്ക് അന്വേഷണം എത്തിയത്. ഇയാൾ ഒരു വ്യാജ സൈറ്റുകൾ വഴി, അതേപോലെ തന്നെ വ്യാജ ഷെയർ മാർക്കറ്റ് സന്ദേശങ്ങൾ വഴി 1,08,00,000 രൂപ വേങ്ങര സ്വദേശിയിൽ നിന്നും ഈ ഒരു സംഘം കൈവശപ്പെടുത്തിയിരുന്നു. ഇതിൽ പറഞ്ഞ പോലെ ലാഭവിഹിതം ലഭിക്കാത്ത സാഹചര്യത്തിൽ വേങ്ങര സ്വദേശി പോലീസിൽ പരാതിപ്പെടുകയും അങ്ങനെ എസ്പിയുടെ നിർദ്ദേശപ്രകാരം സൈബർ SI ചിത്രഞ്ജന നേതൃത്വത്തിലുള്ള സംഘം രൂപീകരിക്കുകയും ആ സംഘം നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ മടിക്കേരിയിലെ ഈ അബ്ദുൾ റോഷനിലേക്ക് എത്തിയത്. ഈ അബ്ദുൾ റോഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ആ സിം കാർഡുകളുടെ എണ്ണം തന്നെയാണ്. 40,000-ലധികം സിം കാർഡുകൾ, അതിൽ 1,500-ലധികം ആക്റ്റീവാണ്, 2,000-ഓളം ആക്റ്റീവ് ആകാൻ കിടക്കുന്നു. അതിന് പുറമെയാണ് ഇത്രയും സിം കാർഡുകളുള്ളത്. അതുപോലെ 180-ലേറെ മൊബൈൽ ഫോണുകൾ. ഇതെല്ലാം തന്നെ ഈ തട്ടിപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്ന സിമ്മുകളാണെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇയാളൊരു സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ വിതരണക്കാരനാണ് മടിക്കേരിയിൽ, കർണാടകയിൽ. അപ്പോൾ അവിടെ വരുന്ന ഉപഭോക്താക്കൾ ഈ സിം കാർഡ് എടുക്കുവാൻ വേണ്ടി ബയോമെട്രിക് അടയാളങ്ങൾ നൽകുമ്പോൾ, അല്ലെങ്കിൽ ആ ബയോമെട്രിക് രീതിയിൽ അവർ തെളിവുകൾ നൽകുമ്പോൾ ഒന്നിലധികം തവണ ഇത് രേഖപ്പെടുത്തുകയും, അങ്ങനെ ഒന്നിലധികം തവണ രേഖപ്പെടുത്തുമ്പോൾ ഒരു സിം മാത്രമാണ് ഉപഭോക്താവ് നൽകുന്നത്. ബാക്കി 2-3 തവണ അടയാളപ്പെടുത്തിയതിനു ശേഷം അത്രയും സിമ്മുകൾ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാൾ ഇത്തരത്തിൽ ഈ മൊബൈൽ സിമ്മുകൾ വിതരണം ചെയ്യുന്ന വിവിധ ഏജൻസികളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അങ്ങനെ വ്യാജമായിട്ട് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ശേഖരിക്കുന്ന സിം കാർഡിന് ഒന്നിന് 50 രൂപ വെച്ച് ഇയാൾ കൊടുക്കുന്നു. അത്തരത്തിലാണ് ഇത്രയും അധികം സിമ്മുകൾ ഇയാൾ ശേഖരിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരുടെ സിമ്മാണെന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഈ വേങ്ങര സ്വദേശിയെ പറ്റിച്ചത്, അയാൾക്ക് ഈ സന്ദേശങ്ങൾ നൽകിയ സിം ഒരു യുവതിയുടെ പേരിലാണ്. ആ യുവതിക്ക് അറിയില്ല ഇങ്ങനൊരു സിമ്മ് അവരുടെ പേരിലുണ്ട് എന്ന് തന്നെ. അപ്പോൾ ഇത്രയും അധികം സിമ്മുകൾ രാജ്യത്ത് ആരുടെയെല്ലാം പേരിൽ ഇവർ ഈ സിമ്മുകൾ എടുത്തിട്ടുണ്ടെന്നോ എത്രയെല്ലാം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒരു സാഹചര്യം, വലിയ ഒരു ശൃംഖലയുടെ ചെറിയ ഒരു കണ്ണി എന്നൊക്കെ പറയേണ്ട സാഹചര്യത്തിലാണുള്ളത്. എന്നാണ് ഇയാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ഇയാളാണ് ഈ മൊബൈൽ സിമ്മുകൾ ഉപയോഗിച്ച് ആളുകൾക്ക് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതും, അത് OTPകൾ അയക്കുന്നതും, അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകളെ കൊണ്ടു ചെല്ലുന്നതും ഈ ഒരു മൊബൈൽ നമ്പറുകൾ വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ് മലപ്പുറം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ പ്രതിയെ പിടികൂടിയതിലൂടെ ഇനി ഇയാളിലൂടെ ഈ ഒരു കാരണം ഈ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ സൈബർ, ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ ഒരു പ്രധാനിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ശൃംഖലയിലേക്ക് ഇനി പോലീസിനെ സംബന്ധിച്ച് എത്തുക എന്ന് പറയുമ്പോൾ, അല്ല അവരെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്നെ സംബന്ധിച്ച് സൂചനയുണ്ട്. സാധാരണ നമുക്കറിയാം ഇത്തരം ഓൺലൈൻ തട്ടിപ്പിൻ്റെയൊക്കെ ഉറവിടം ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ ലോബി ആയിരിക്കും, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഇത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്, ഏത് സംസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്നതെന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അനുമോദ്? അപ്പോൾ പോലീസിന് മുമ്പ് ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു പരാതിയാണ്, അത് വേങ്ങര സ്വദേശിയുടെയാണ്. ആ പരാതിയിൽ ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇയാൾ ഒരു ചെറിയ മീനല്ല, അതായത് രാജ്യവ്യാപകമായിട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൻ്റെ ഒരു കണ്ണിയാണെന്ന് മനസ്സിലായില്ല. ഇനി ഇയാളിൽ നിന്നും മൊഴിയെടുത്ത് അല്ലെങ്കിൽ ഇയാളിൽ നിന്നും വിശദീകരണം സ്വീകരിച്ചിട്ട് വേണം, കേട്ടിട്ട് വേണം ഈ തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ. പക്ഷേ പോലീസിന് മറ്റാരും തന്നെ കേസുമായി സമീപിച്ചിട്ടില്ല. ഒന്നാമത് ഈ മൊബൈൽ സിമ്മുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുള്ളത് കർണാടകയിലെ മടിക്കേരി ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം ഉള്ളത്. അയാൾ അവിടെയാണ് ഇതിൻ്റെ വിതരണക്കാരനായിട്ടുള്ളത്. അത് ഈ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഉറവിടം എന്നൊക്കെ പറയാവുന്നത് കർണാടക മേഖലയാണ്. കർണാടക കേരള അതിർത്തി മേഖലകളിലാണ്. അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം. അത് കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളെ ഈ ഒരു തട്ടിപ്പ് കേസിൽ ഉൾപ്പെടുത്തിയതിന് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇയാൾ ഡൽഹി സ്വദേശിയാണ്. സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയിൽ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു വലിയ സംഘവും ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. രാജ്യത്തിന് പുറത്ത് ഇയാളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഇത്തരം തട്ടിപ്പ് നടന്ന സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും ഈ സൈബർ തട്ടിപ്പുകളെല്ലാം
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ചെയ്യുന്നത്, നൈജീരിയയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. കാരണം അവിടെ സൈബർ നിയമങ്ങളൊന്നും ശക്തമല്ല. അതുകൊണ്ട് തന്നെ അവിടെ തട്ടിപ്പ് നടത്തുന്നവരെ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം സൈബർ തട്ടിപ്പുകൾ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പ് ആ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അപ്പോൾ മലപ്പുറം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇത് തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക. ടോം. യെസ്, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിനകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതിയായിട്ടുള്ള അബ്ദുൾ റോഷനാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ തട്ടിപ്പിന് കൂടുതൽ മലയാളികൾ ഇരകളായിട്ടുണ്ടോ, ഈ സംഘത്തിലെ പ്രധാനികൾ ആരൊക്കെയാണ് തുടങ്ങിയ അന്വേഷണമാണ് ഇനി പോലീസ് നടത്തുന്നത്. തൃശൂർ കയ്പമംഗലം 3 പിടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ച ഒരു കേസിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. പ്രീ ഡിഗ്രി കഴിഞ്ഞ